ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രധാന വാർത്തകൾ. വീട്ടമ്മയെ പീഡിപ്പിച്ച യുവാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി. അറസ്റ്റിലായത് കരികോൺ സ്വദേശി മനോജ്. കിഴക്കൻ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. അച്ചൻകോവിൽ കാട്ടാനെ കണ്ട് ഭയന്നോടിയ 3 പേർക്ക് പരിക്ക്. ഭക്തിസാന്ദ്രമായി നാടെങ്ങും തൈപ്പൂയം ആഘോഷിച്ചു. കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. വാർത്തകൾ വിശദമായി. വീട്ടമ്മയെ പീഡിപ്പിച്ച യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കരികോൺ മനോജ് ഭവനിൽ മനോജാണ് അറസ്റ്റിലായത്. കരുകോൺ സ്വദേശിയും 2 കുട്ടികളുടെ മാതാവുമായ വീട്ടമ്മ കുളിക്കുന്നതിനിടെ അവരുടെ ചിത്രങ്ങൾ യുവാവ് മൊബൈൽ ഫോണിൽ പകർത്തി. പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ CI KB മനോജ് കുമാർ, SI സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മദ്യപിച്ച് വാഹനം ഓടിച്ച യുവാവ് 3 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യപിച്ച് വാഹനമോടിച്ച ബൈജു എന്ന യുവാവാണ് 3 വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ പുനലൂർ KSRTC സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. മദ്യപിച്ച് ലക്കുകെട്ട് വാഹനമോടിച്ച ഇയാൾ മറ്റു വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായ സുബ്രഹ്മണ്യൻ, പുനലൂർ കാർഷിക വികസന ബാങ്ക് ജീവനക്കാരനായ പ്രസാദ്, മൈമുന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബൈജുവിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് 1/2 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. RDOയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയായത്.
RDO M വിശ്വനാഥൻ, പത്തനാപുരം തഹസിൽദാർ K പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കിയത്. പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷന്റെ സമീപത്ത് പത്തനാപുരം കമുകുഞ്ചേരി റോഡിന്റെ ഇടതുവശത്തുള്ള 51 സെന്റ് സ്ഥലമാണ് ബന്ധപ്പെട്ടവർ ഏറ്റെടുത്തത്. ഇവിടെ മുൻപേ മഹിളാ സമാജം പ്രവർത്തിച്ചിരുന്നു. 1958 ഭൂമി വിട്ടൊഴിയൽ നിയമത്തിലെ ചട്ടം 10 പ്രകാരമാണ് സ്ഥലം ഏറ്റെടുത്തത്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിനും സ്ഥലം അന്യാധീനപ്പെടാതിരിക്കാനുമാണ് അടിയന്തരമായി സ്ഥലം ഏറ്റെടുത്തതെന്ന് RDO M വിശ്വനാഥൻ പറഞ്ഞു. ഇന്നിപ്പോൾ തഹസിൽദാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയൊക്കെ സാന്നിധ്യത്തിൽ വളരെ മഹത്തരമായൊരു കാര്യമാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ താലൂക്ക് വികസന സമിതിയിലെല്ലാം വളരെ നാളുകളായിട്ട് ഉയർന്നു വന്ന ഒരാവശ്യമായിരുന്നു ഈ സ്ഥലം സർക്കാരിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളത്. സർക്കാരിലേക്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പൊതു ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം അത് ഞങ്ങൾ ഇന്ന് ഈ സ്ഥലം ഏറ്റെടുത്ത വിവരം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വഴി സർക്കാരിനെ അറിയിക്കുകയും പൊതു ആവശ്യത്തിന് വേണ്ടി ഈ സ്ഥലം ഉപയോഗിക്കുന്നതിനുള്ള പ്രപ്പോസൽസ് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യും. ഈ അന്യാധീനപ്പെടുന്നതിനും കയ്യേറ്റം ഒഴിവാക്കുന്നതിനും വേണ്ടി റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള ശ്രദ്ധേയമായ സംരംഭങ്ങളിൽ ഒന്നാണ് ഇത്തരമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഏറ്റെടുക്കുക എന്നുള്ളത്. അക്കാര്യത്തിൽ ഇവിടെ എല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. സർവേയർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ തന്നെ പ്രത്യേക നിർദ്ദേശം കൊടുത്തു, അളന്ന് തിരിച്ച് ബൗണ്ടറി സ്റ്റോണെല്ലാം സ്ഥാപിക്കാൻ. ഇത്തരം ഒരു ഏറ്റെടുക്കൽ വളരെ സുഗമമായി നടത്തിയതിന് ഇവിടെയുള്ള എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കൊല്ലത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ താൻ നൽകിയ നിവേദനത്തെ തുടർന്നാണ് സർക്കാർ നടപടിയെന്ന് DCC ജനറൽ സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ M ഷെയ്ഖ് പരീദ് പറഞ്ഞു. 51 സെന്റ് സ്ഥലം ഇതിലൂടെ കിടപ്പുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, അപേക്ഷയും നൽകിയിരുന്നു. എന്തായാലും ഉദ്യോഗസ്ഥന്മാരുടെ വളരെയേറെ താല്പര്യപൂർവ്വമുള്ള പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ സാറ് പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ റവന്യൂ ടവർ അടക്കം പണിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട്. പത്തനാപുരം കേന്ദ്രമായി താലൂക്ക് വന്നു. അതിനോടനുബന്ധിച്ച് പല ഓഫീസുകളും ഇപ്പോൾ ഉള്ള ഓഫീസുകൾ തന്നെ വാടകക്കെട്ടിൽ പ്രവർത്തിക്കുന്നു. പുതുതായിട്ട് ധാരാളം ഓഫീസുകൾ വരാനുണ്ട്. അതെല്ലാം ഇവിടെ തന്നെ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ ആഗ്രഹം ഈ നാട്ടിലെ ആളുകൾക്കുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീബ് മുഹമ്മദ്, അഡീഷണൽ തഹസിൽദാർ മധുസൂദനൻ പിള്ള, താലൂക്ക് സർവേയർ സന്തോഷ് കുമാർ, ഹെഡ് സർവേയർ രാജഗോപാൽ, ഡെപ്യൂട്ടി തഹസിൽദാർ ഉദയൻ, വില്ലേജ് ഓഫീസർ ജോൺസൺ തുടങ്ങിയവർ ഭൂമി ഏറ്റെടുക്കലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അച്ചൻകോവിൽ ഗിരിജൻ കോളനിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. കാട്ടാനകളെ കണ്ട് ഭയന്നോടിയ 3 ആദിവാസികൾക്ക് പരിക്കേറ്റു. കിഴക്കൻ മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷമാകുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ 3 ആദിവാസികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അച്ചൻകോവിൽ ഗിരിജൻ കോളനി നിവാസികളായ സഹദേവൻ, ഭാര്യ ഗീത, ബന്ധുവായ സിജി എന്നിവർക്കാണ് പരിക്കേറ്റത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയി വരും വഴി കാട്ടാനയെ കണ്ട് ഭയന്നോടുന്നതിനിടെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത്. 3 കാട്ടാനകൾ തങ്ങൾക്ക് നേരെ വരികയായിരുന്നുവെന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ പറയുന്നു. 4 ദിവസം ഞങ്ങൾ കാട്ടിപ്പോയി മലഞ്ചരക്ക് എടുത്തിട്ട് 4ാമത്തെ ദിവസം തിരിച്ച് വന്നപ്പോഴത്തേക്ക് കാട്ടിലൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. കോളനിയുടെ അടുത്തൊരു 100-200 മീറ്ററിന് അടുത്ത് വന്നപ്പോഴാണ് സംഭവം 3 ആനകൾ പിന്നെ ഞങ്ങളുടെ ഒരു 6:45 കാണും ഞങ്ങൾ നേരെ ഇന്നലെ വിളിച്ചുകൊണ്ട് ചാടുമായിരുന്നു. ചാടി ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഓടി. ഇവൻ നേരത്തെ അങ്ങ് ഓടി ഇവൻ വേറെ മാറിയതിനു ശേഷം ഞാനും എൻ്റെ ഭാര്യയും കൂടെ തിരിച്ചോടി റോഡിന് താഴെ ചെന്നപ്പോഴത്തേക്ക് ഒരു കൈവ് മുട്ടി ചെന്ന് ഇടിച്ച് അവിടെ ചെന്ന് ഞാൻ മറിയുമായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ നിന്ന് തിരച്ച് പോയിട്ട് ഞാൻ വള്ളക്കീഴി കിടക്കുക. ആനയുടെ വള്ളക്കീഴി കിടന്നിട്ട് ആന എൻ്റെ സൈഡിൽ കൂടെ രണ്ട് സൈഡിൽ കൂടെ ഞാൻ എൻ്റെ വള്ളക്കീഴി ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഉള്ള കമ്പും കാലും എല്ലാം എൻ്റെ മോന്തയിൽ കൂടെ കൈ കൊണ്ട് ഇടിച്ച് തൂത്തുണ്ടായിരുന്നു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും ഇവർ പറഞ്ഞു. മുമ്പും കാട്ടാനശല്യം പ്രദേശത്ത് രൂക്ഷമായിരുന്നെങ്കിലും വേണ്ടപ്പെട്ടവർ നടപടി സ്വീകരിച്ചിരുന്നില്ല. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. 1ാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. 2ാം സമ്മാനം 1/2 കിലോ സ്വർണം. 3ാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. 4ാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. 5ാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം.
തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമുട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പുനലൂർ ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ കാവടി ഘോഷയാത്ര അരങ്ങേറി. പുനലൂർ തൃക്കോദേശം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് കാവടി ഘോഷയാത്ര ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെ പുനലൂർ തൃക്കോദേശരം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ചെണ്ടമേളത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും താലത്തിന്റെയും ബാലികമാരുടെയും മുത്തുക്കുടയുടെയും അലങ്കരിച്ച വാഹനങ്ങളുടെയും ഭഗവാന്റെ നാമം വിളിവിട്ടുകൊണ്ട് കടന്നു വരുന്ന വഴിത്താരി ധന്യ മുഹൂർത്തമാക്കിക്കൊണ്ട് ഭഗവാന്റെ നാമം വിളിവിട്ടുകൊണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, ചെമ്മന്തൂർ സ്റ്റേഡിയം ജംഗ്ഷൻ ചുറ്റി കാവടി ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ സമാപിച്ചു. തുടർന്ന് കാവടി അഭിഷേകവും കഞ്ഞിസദ്യയും നടന്നു. പറവക്കാവടി ഇത്തവണത്തെ കാവടി ഘോഷയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തൈപ്പൂയത്തോടനുബന്ധിച്ച് ഇടമൺ ഷൺമുഖ ക്ഷേത്രത്തിലും തെന്മല പാലക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും ഭക്തിസാന്ദ്രമായ കാവടി ഘോഷയാത്ര അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് കാവടി ഘോഷയാത്രയിൽ പങ്കെടുത്തത്.
തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ഇടമൺ ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിൽ നടന്ന കാവടി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്ര LPS ജംഗ്ഷൻ, UPS ജംഗ്ഷൻ, ഇടമൺ സത്രം റെയിൽവേ സ്റ്റേഷൻ വഴി ആയിരവല്ലി ക്ഷേത്രത്തിൽ എത്തി തിരികെ മാടൻകാവ് സത്രം ജംഗ്ഷൻ വഴി ഷൺമുഖ ക്ഷേത്രത്തിൽ സമാപിച്ചു. നേർച്ചക്കാവടി ഏന്തിയ ഭക്തജനങ്ങൾക്ക് താലപ്പൊലി ഏന്തിയ ബാലികമാരും അലങ്കരിച്ച വാഹനങ്ങളും ചെണ്ടമേളവും പഞ്ചവാദ്യവും ശിങ്കാരിമേളവും ഫ്ലോട്ടുകളുമെല്ലാം അകമ്പടിയായി. കാവടി ഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 7 പ്രത്യേക ദീപാരാധനയും നടന്നു. രാത്രി 11 ആറാട്ടെഴുന്നള്ളിപ്പും 12 മണിക്ക് ഹിടുമ്പനോട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ രാധാകൃഷ്ണൻ, സുനിൽകുമാർ, ധർമ്മരാജൻ, VK വിജയൻ, സുധീഷ്, ഷാജി ദിലീപ്, ശശിധരൻ, ബാബു, വിജയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. തെന്മല പാലകര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്രയും ഭക്തിസാന്ദ്രമായിരുന്നു. ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച കാവടി ഘോഷയാത്ര 10 ഏക്കർ ഒറ്റക്കൽ ജംഗ്ഷൻ വഴി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തിരികെ പാലക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്തു. ചെണ്ടമേളം, മുത്തുകൊട, താലപ്പൊലി എന്നിവ കാവടി ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. രാത്രി 7 വിശേഷാൽ ദീപാരാധനയും ആകാശക്കാഴ്ചയും അരങ്ങേറി. രാത്രി 8 മണിയോടെ അഗ്നിക്കാവടിയും ഉണ്ടായിരുന്നു. ഉത്സവ ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ രാജേഷ്, K വിശ്വകുമാർ, അജയകുമാർ, രതീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ, മഹേഷ് സ്വപ്നകുമാർ, പ്രണവ് സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, തെന്മല. നാടിനെ ഭക്തിയിൽ ആറാടിച്ച് കാവടി ഘോഷയാത്ര നടന്നു. തലവൂർ തൃക്കൊന്നമർക്കോട് ദേവീക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ നടന്ന കാവടി ഘോഷയാത്രകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. തലവൂർ തൃക്കൊന്നമർകോട് ദേവീക്ഷേത്രത്തിലെ കാവടി ഘോഷയാത്ര സപ്തർഷിമംഗലം ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് രണ്ടാലുംമൂടി ജംഗ്ഷൻ വഴി ക്ഷേത്ര സന്നിധിയിൽ സമാപിച്ചു. നൂറുകണക്കിന് കാവടികൾ ഘോഷയാത്രയിൽ അണിനിരന്നു. പുരാണ വേഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാരുതി ഓട്ടോ കാർ റബ്ബർ മരത്തിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ അടുക്കളമൂല ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഒറ്റക്കൽ നിന്നും നെടിയറയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. നെടിയർ സ്വദേശി രാജുവാണ് കാർ ഓടിച്ചിരുന്നത്. KSRTC ബസിന് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് റബ്ബർ മരത്തിലിടിച്ച് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. രാജു മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. നിസ്സാര പരിക്കുകളോടെ രാജു രക്ഷപ്പെട്ടു. കാർ ഭാഗികമായി തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലീഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU നേതൃത്വത്തിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധ ധർണ നടത്തി. CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി N ജഗദീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ശമ്പള വർധനവ് നടപ്പിലാക്കുക, വിവിധ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റിലെ തൊഴിലാളികൾ പണിമുടക്കിയത്. ത്രിവേണിക്ക് മുന്നിലായി നടന്ന ധർണ CPM പത്തനാപുരം ഏരിയ സെക്രട്ടറി N ജഗദീശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് S സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് S സജീഷ്, നേതാക്കളായ രതീഷ്, ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കേരളത്തിലെ പട്ടിണി അകറ്റുന്നതിന് വേണ്ടി
പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലേക്കാണ് ഈ കൺസ്യൂമർ ഫെഡിന്റെ സ്കീമിലുള്ള ത്രിവേണി സ്റ്റോർ അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ് ഈ നാട്ടിലെ പാവപ്പെട്ടതിനെ സഹായിക്കാൻ യാതൊരുവിധ പ്രതിബദ്ധതയും കാണിക്കാതെ തന്നെ ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണി ലഭിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ ഒരു ജീവിത സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് മാന്യമായി കൂലിയില്ലാത്തൊരു സാഹചര്യം. മാന്യമായി കൂലിയില്ലാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോൾ പത്തനാപുരത്തെ ഈ ത്രിവേണി സ്റ്റോറ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ത്രിവേണി സ്റ്റോറായിരുന്നു. പ്രതിദിനമായിട്ടുള്ള വരുമാനം 3.5 ലക്ഷത്തിലധികം വരുന്ന വരുമാനമുള്ള ഈ സ്ഥാപനം ഇന്ന് അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. പ്രതിദിനം വരുമാനം 3.5 ലക്ഷമുള്ളപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളുടെ എണ്ണം 9 പേരായിരുന്നു. 9 തൊഴിലാളികളുള്ളപ്പോൾ ഇവിടെ 3.5 ലക്ഷം രൂപ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുമ്പോൾ, കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ വരുമാനം പ്രതിദിനം 35,000-ൽ താഴെയാണ്. ഇവിടുത്തെ തൊഴിലാളികളുടെ എണ്ണം 30 അങ്ങനെ 35,000-ൽ താഴെയുള്ള ഒരു സ്ഥാപനത്തിൽ 30 തൊഴിലാളികളെ കൊണ്ടുപോകുമ്പോൾ ഈ സ്ഥാപനമടക്കം അടച്ചുപൂട്ടൽ ഭീഷണി കാലാകാലങ്ങളായി ജീവിതത്തോട് മല്ലിട്ട് ഇവിടെ ജീവിത പ്രയാസങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ പണിയെടുത്ത് കുടുംബം ജീവിക്കുന്ന നടത്തുന്ന തൊഴിലാളികളാണ് ഇവിടുത്തെ തൊഴിലാളികൾ. അങ്ങനെ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ, മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താതെ ഇപ്പോൾ തിരികെ കയറ്റിയിരുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ പോകുന്ന പുതിയൊരു തന്ത്രം ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ ജനവിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ തൊഴിലാളികളടക്കം ഈ സ്ഥാപനത്തിന് മുമ്പിൽ ഒരു സഹന സമരത്തിന് രൂപം കൊടുത്തത്. പത്തനാപുരത്തെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് നഷ്ടത്തിലാണെന്നും നഷ്ടം വരുത്തുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കാനാകില്ലെന്നും കൺസ്യൂമർ ഫെഡ് ജില്ലാ മാനേജർ VS ഉഷ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിരുന്ന സ്ഥാപനമായിരുന്നു പത്തനാപുരം ത്രിവേണി സൂപ്പർ മാർക്കറ്റ്. 8 ജീവനക്കാരുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇപ്പോൾ 35ഓളം ജീവനക്കാരുണ്ട്. മുൻപ് നിത്യവും 3.5 ലക്ഷം രൂപ വരെ വിറ്റുവരവ് ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ 30,000 രൂപ പോലും വിൽപ്പന നടക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച റിപ്പബ്ലിക് ദിന റാലി സംഘടിപ്പിക്കും. പൊതുസമ്മേളനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ ഉദ്ഘാടനം ചെയ്യും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തൽ, റിപ്പബ്ലിക് ദിന റാലി, പൊതുസമ്മേളനം, പ്രതിഭകളെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ A. ജോസഫ് പറഞ്ഞു. നമ്മുടെ തെന്മല പഞ്ചായത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് 6ാമത് റിപ്പബ്ലിക് ദിന പരിപാടിയാണ്. കഴിഞ്ഞ 6 വർഷമായി തുടർച്ചയായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടിയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ. അതിൻ്റെ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളും, അതുമായി ബന്ധപ്പെട്ടുള്ള സ്കൂളുകളുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ തുടങ്ങി അത് റിപ്പബ്ലിക് ദിന റാലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് 26-ാം തീയതി രാവിലെ 8:30 ഇടമൺ 34 നിന്ന് ഘോഷയാത്ര ആരംഭിക്കുകയും ഇടമൺ സത്രത്തിൽ നിന്ന് ചെന്നതിന് ശേഷം തിരിച്ച് ഇടമൺ UP സ്കൂളിൽ സമാപിക്കുകയും അവിടെ വെച്ച് പൊതുസമ്മേളനം നടത്തിയും നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക. ആ പൊതുസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ അവാർഡ് നേടിയിട്ടുള്ള അധ്യാപകൻ ശ്രീ ബിനു C. തോമസിനെയും അതുപോലെ തന്നെ നമ്മുടെ തെന്മല UIT-യിൽ BBAക്ക് ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള കുമാരി ഫ്രാൻസിസിനെയും ആ പൊതുസമ്മേളനത്തിൽ വിളിച്ച് ആദരിക്കുന്ന പരിപാടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ റാലിയിൽ പങ്കെടുക്കുന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഭക്ഷണവും ഒപ്പം ആംബുലൻസ് സേവനവും ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെന്നും ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ K. അരുമരാജൻ പറഞ്ഞു. പൊതുസമ്മേളനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ബിജു C. തോമസിനെയും കേരള യൂണിവേഴ്സിറ്റി UIT-യിൽ BBAക്ക് 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഫ്രാൻസിസിനെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാനും മുൻ തെന്മല പഞ്ചായത്ത് പ്രസിഡന്റുമായ A. ജോസഫ്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ K. അരുമരാജൻ, കൺവീനർ ജോബി ലൂക്ക്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇടമൺ റിജി, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ S. രഞ്ജിത്ത്, കൺവീനർ T. കബീർദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ
ഒരിക്കൽ കൂടി. വീട്ടമ്മയെ പീഡിപ്പിച്ച യുവാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി. അറസ്റ്റിലായത് കരികോൺ സ്വദേശി മനോജ്. കിഴക്കൻ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. അച്ചൻകോവിൽ കാട്ടാനെ കണ്ട് ഭയന്നോടിയ 3 പേർക്ക് പരിക്ക്. ഭക്തിസാന്ദ്രമായി നാടെങ്ങും തൈപ്പൂയം ആഘോഷിച്ചു. കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.